നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് ഒരു പുതിയ ശത്രു ജനിച്ചിരിക്കുന്നു. ബി.ജെ.പിയിൽ നിന്നുള്ള ഏതെങ്കിലും കരുത്തുറ്റ നേതാക്കളാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി, മറിച്ച് കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ്, സ്വന്തം സഹോദരൻ തന്നെയാണ്. അതെ, മമതാ ബാനർജിയും സഹോദരൻ ബാബുൻ ബാനർജിയും തമ്മിലുള്ള തർക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിനൊടുവിൽ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ സഹോദരൻ ബാബുൻ ബാനർജിയുമായുള്ള എല്ലാ ബന്ധങ്ങളും താൻ വിച്ഛേദിച്ചിരിക്കുന്നു എന്ന്. മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ചാണ് മമതാ ബാനർജി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവാണ്. അത്യാഗ്രഹികളായ ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, രാജവംശ രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹവുമായുള്ള എൻ്റെ എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടാണ് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഒരു തർക്കം പുറത്തു വന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഹൗറ ലോക്സഭാ സീറ്റ് സംബന്ധിച്ചാണ് ഇരുവരും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. ഹൗറ ലോക്സഭാ സീറ്റിൽ പ്രസൂൺ ബാനർജിക്ക് വീണ്ടും അവസരം നൽകിയതിനെ തുടർന്നാണ് മമതാ ബാനർജിയുടെ സഹോദരനായ ബബുൻ ബാനർജി കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഹൗറ ലോക്സഭാ സീറ്റിൽ താൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്നും അതല്ല മമതാ ബാനർജിയുടെ സഹോദരൻ ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് താൻ പോകില്ല എന്ന് ബബുൻ ബാനർജി ഇപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പോലും മമതാ ബാനർജിയോടുള്ള ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. മമതയും സഹോദരൻ ബാബുനും തമ്മിലുള്ള തർക്കങ്ങൾ കോവിഡ് കാലത്തും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. തൃണമൂൽ ഈ ആഴ്ച സംസ്ഥാനത്തെ 42 ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിവാദ MP ആയ മഹുവ മൊയ്ത്ര ഇത്തവണ കൃഷ്ണനഗറിൽ നിന്ന് തന്നെ മത്സരിക്കുന്നുണ്ട്. മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി ആവട്ടെ ഡയമണ്ട് ഹാർബർ സീറ്റിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും സഹോദരനും തമ്മിലുള്ള തർക്കം പുറത്തു വന്നിരിക്കുന്നു. ഈ സഹോദരൻ ഇനി സ്വതന്ത്രനായി മത്സരിക്കുമോ അതല്ല ഏതെങ്കിലും പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.